ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ട്യൂഷൻ ക്ലാസ്സിലാണ്. ഇയത്ത് കുളിച്ച് ഇരിക്കൊണ്ട് ഗൈസ്. കുഞ്ഞയുടെ വീട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞയുടെ വീട്ടിലായിരുന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പം അവിടെ ഞാൻ പഠിപ്പിക്കുന്നതെന്നും എന്നോട് എങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻ്റ് എന്നും ഉള്ള വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ വലിയ ടീച്ചറൊന്നും അല്ലെങ്കിലും ഒരു വർഷമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം കുറച്ച് പിള്ളേരുണ്ടാകും. ഇപ്പോൾ ഒരാളാണ് നിലവിൽ. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കാണാം വീഡിയോ. ഞാനങ്ങനെ സ്ട്രിക്റ്റ് ടീച്ചർ അങ്ങനെയൊന്നുമില്ല. ഇതാണ് ഗൈസ് എൻ്റെ സ്വീറ്റ് സ്റ്റുഡൻറ്റ്. ഇറ്റ്സ് മൈ വൺ ആൻഡ് ഓൺലി മൈ ഫേവറേറ്റ് സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ എഴുതുന്നതെന്ന് വെച്ചാൽ ഞാൻ കൊടുത്ത ഹോംവർക്കാണ് ഗൈസ്. ഹോംവർക്കാണ് എഴുതുന്നത്. എന്ന് തന്ന ഹോംവർക്കാടാ? ഫ്രൈഡേ. ഇന്ന് മൺഡേ. ഞാൻ 2 ദിവസം വന്നില്ല. 2 ദിവസം ഇവൻ എവിടെയൊക്കെയോ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ കൊടുത്ത് ലീവ് കൊടുത്ത് എന്നിട്ട് അവൻ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നു. നോക്കുക, ഇതിന് ഞാൻ വഴക്ക് കൊടുത്തിട്ടില്ല. വഴക്ക് വന്നോ നിനക്ക്? ഞാൻ എഴുതിക്കോളാൻ പറഞ്ഞു. ഞാൻ എങ്ങനത്തെ നല്ല ഗുഡ് ടീച്ചറാണ്. നീ 2 ദിവസം എവിടെ പോയിരുന്നു? 2 ദിവസം സാറ്റർഡേ എനിക്ക് കുറച്ച് വേറെ സ്കൂളിൽ എല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കറക്കുമായിരുന്നു. ട്യൂഷൻ പഠിപ്പിക്കാൻ വരണ്ട. ഒരു ദിവസം മാത്രം മാറിപ്പോയി. ഒന്നുകൂടെ റിപ്ലൈ ഇല്ല. ഇത് കറക്റ്റ് വീഡിയോയാണ്. ഞാൻ പറയിക്കണമെന്നല്ല ഗൈസ്. അവൻ സത്യമായിട്ട് പറയണതാണ്. തോത്ത് വൈ ബുക്ക്. ഞാൻ പറഞ്ഞൊന്നും പറയിക്കണമല്ല. ഞാൻ നല്ല സ്വീറ്റ് ടീച്ചറാണ്. ഞാൻ പറയും അല്ലേ നല്ല ടീച്ചർ. ഇനി ഞാൻ ഉള്ളത് തുറന്ന് പറയാം. എന്തിന്? അല്ല, ഇത്ര നേരം ഉള്ളതല്ലേ പറഞ്ഞത്. സാറ്റർഡേ വെള്ളിയാഴ്ച ഉള്ളതുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ വന്നില്ല. അപ്പം നീ വെള്ളിയാഴ്ച ഒരിടത്തും പോയില്ല. ഞാൻ വെള്ളിയാഴ്ച പഠിപ്പിക്കാൻ വന്നല്ലേ. അപ്പോൾ ബാക്കി ഇത്ര പേന എഴുതിയായിരുന്നു. 4 എണ്ണം വരെ എഴുതി. ഇനി 1 2 3 4 എന്തൊക്കെ എഴുതാറുണ്ട്. ഞാൻ വഴക്കൊന്നും പറയില്ല ടീച്ചർ. ഞാൻ വഴക്കൊന്നും പറയുന്ന ടീച്ചറല്ല. ഇല്ല, എൻ്റെ ബോർഡൊക്കെ ഉണ്ട് പഠിപ്പിക്കണം. ഞാൻ പഠിപ്പിക്കുന്നത് എന്തൊക്കെ. പക്ഷെ ഇതൊന്നും ഞാൻ പഠിക്കൂല. ആദ്യം ഹോംവർക്ക് റൈറ്റ്. ഫസ്റ്റ് ഹോംവർക്ക് റൈറ്റ്. ഇതൊക്കെയാണ് പഠിപ്പ്. ഇന്നലെ ഇപ്പം എന്തൊക്കെയാണ് വാങ്ങിയെന്നൊക്കെ പറയുന്ന കേട്ടോ. വല്ലതും വായിക്കോ നീ? ഇതാണ് ഗൈസ് പഠിപ്പിക്കുന്ന സ്ഥലം. ഇതാണ് അവൻ്റെ യെസ്. ഞാൻ പഠിപ്പിക്കുന്നത് വേറെ ഇതൊന്നുമില്ല. കളി ചിരി തമാശയോടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചൂടാവാറുണ്ട്. കാരണം ഇടയ്ക്ക് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം നമ്മൾ ചൂടാവണം അല്ലേ? യെസ്. അങ്ങനെ അന്ന് ഇടിമിന്നലായപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ വിട്ടിട്ട് അന്ന് ഇടിമിന്നലുണ്ടായപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ പോയപ്പോൾ എന്നെ വിട്ടിട്ട് പോയാലാണ് ഇത്ര പേടിച്ചിട്ടിരിക്കുന്നത്. മഴ വന്നപ്പോൾ ഉള്ള കാര്യമാണ് കഴിച്ച് പറയാം. മൈൻഡ് ചെയ്യണ്ട. മുഖം നിറച്ച് ഇങ്ങനെയൊന്നുമല്ല, മുഖം നിറച്ച് കുരുവാണ്. അയ്യോ, തല തിരിച്ച് വെച്ചേക്കുന്നു. ഇങ്ങോട്ടെടു. ഇതെൻ്റെ ബുക്കാണ്. ഏത് ഹോംവർക്ക് എഴുതുന്നത്? നീ നിനക്ക് ഇനി ഹോംവർക്ക് തരണില്ല. താങ്ക് യു, വളരെ ഉപകാരമായി. ഇനി സ്കൂളിൻ്റെ കാര്യം നോക്കാം. സ്കൂളിൻ്റെ കാര്യം മാത്രമേ. സ്കൂളിൽ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ. എന്തായാലും സ്കൂൾ തുറന്നില്ല. ക്ലാസ് ടീച്ചർ ഒരു PT സാറാണ്, ബിജു ആസോ. സ്കൂളിൽ പഠിക്കണം. AR പബ്ലിക് സ്കൂൾ. ഭയങ്കര റിച്ചാണ്. റിച്ചസ്റ്റ് മാൻ. എന്നാ മുഖം നിറച്ച് പിമ്പിൾസ്. ഇന്നത്തെ ടെസ്റ്റ് പേപ്പർ ഉണ്ടേ. സ്കൂളിലെ കാര്യം പഠിക്കാറുണ്ട്. സ്കൂളിൽ എന്തോ ഇന്നൊന്നും പഠിപ്പിച്ചില്ലെന്നല്ലേ നീ പറഞ്ഞേ? നാളെ ഇല്ലേ? A4 സൈസ് പേപ്പർ എഴുതിയിട്ട് എൻ്റെ പേരെല്ലാം എഴുതി കൊടുക്കണം. അത് ചേച്ചി എന്നെ സഹായിക്കണം. പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇതിൽ വലിയ ചേഞ്ചൊന്നുമില്ല. പിന്നെ നിലവിലിപ്പോൾ ഒരാളേ ഉള്ളൂ. നമ്മളപ്പം അടിച്ചൊക്കെ പഠിപ്പിക്കും. ഞാൻ കുറേ അടി കൊണ്ടിട്ടുണ്ട്. ഞാൻ വലിയ ടീച്ചറൊന്നുമല്ല. എന്നാലും ജസ്റ്റ് അറിയാന്നുള്ളതൊക്കെ പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കും. കോളേജിലായില്ല. അവൻ്റെ ഒരു വിചാരത്തിൽ ഞാൻ കോളേജിലാണ്. അങ്ങനെ കേസ്. അപ്പം നമ്മളും കുറേ പഠിച്ചിട്ടുണ്ട്. എനിക്കും കുറേ അടിയും വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ അടിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പഠിക്കും അല്ലേ? പഠിക്കൂലേ? പിള്ളേരെ പഠിക്കൂല.
അതെന്താണ് കുഴപ്പം? അത് അവൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം ഇതൊക്കെ തന്നെയാണ്. ഞാനും അടിയുണ്ട പിന്നെ ഞാൻ പഠിക്കാൻ പറഞ്ഞത് ചേച്ചി യെസ് യെസ് അടിയുണ്ട് ആരും പഠിക്കില്ല. ഞാൻ ദേഷ്യപ്പെടും നിൻ്റെ അടുത്ത്. എന്തിന് ദേഷ്യപ്പെടാറുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞു പറയിക്കണമെന്നൊന്നും പറയില്ല. ഞാൻ പറഞ്ഞു പറയിക്കണമെന്നല്ല. എന്നാലും ജസ്റ്റ് ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് എൻ്റെ സപ്പോർട്ടറാണ് അല്ലേ വ്ളോഗ് എടുക്കാനൊക്കെ. ഞാൻ ഇവിടെ വന്നിട്ടാണ് സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യാറ് ചിലപ്പോൾ. ഇവിടെ വൈഫൈ ഉണ്ട് ഗൈസ്. വൈഫൈ എൻ്റെ വീട്ടിലെ സാധനമില്ല. ഇത് എൻ്റെ വൈഫൈ ജിയോ. അങ്ങനെ ആ വൈഫൈ കണക്ട് ചെയ്തൊക്കെ എഡിറ്റ് ചെയ്തിടും. അങ്ങനെ റൈറ്റ് ആണെങ്കിൽ തെക്ക് വടക്കാണ് എഴുതുന്നത്. നേരെ എഴുതാൻ പറഞ്ഞാൽ എഴുതൂല. ഗൈസ് അവിടെ വോക്കി ടോക്കി ഇരിപ്പുണ്ട്. വോക്കി ടോക്കി വർക്ക് ചെയ്യും ഗൈസ്. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല സാധനം. നമ്മൾ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ച് ഇറങ്ങുമ്പോൾ ആ സാധനം എടുത്ത് ഉപയോഗിക്കും. നല്ലതാണ്. ഓക്കെ സെറ്റ്. ഇന്ന് അപ്പൂപ്പ ഇല്ല ഗൈസ്. അതുകൊണ്ട് നമുക്കിന്ന് ചായയും വടയും അങ്ങനെ അല്ലെങ്കിൽ അപ്പൂപ്പ ഉണ്ടാകുമ്പോൾ വാഴക്കപ്പൊക്കെ കിട്ടും. ഇന്ന് ആ സാധനമൊന്നുമില്ല ഗൈസ്. ചായ കിട്ടി ഗൈസ്. ചായ എന്നും കിട്ടും. ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്ന അമ്മൂമ്മ എനിക്കെന്നും ചായ തരും. എന്നും ചായ ഇല്ല, ഒരു നായും കൂടെ തരും. 2 പേർക്ക് ചായ തരും. പിന്നെ കടി എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നായ കുറച്ച് ദിവസത്തേക്ക് കടി കിട്ടും. അത് എന്തെങ്കിലും കടിയാന്ന് പറയുമ്പം അപ്പൂപ്പ പുറത്തോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. ഇതാണ് ഗൈസ് അപ്പൂപ്പ ഇല്ലാത്തതുകൊണ്ട് ചായയും 2 ബനാന എൻ്റെ ബിസ്ക്കറ്റ്. ഇനി ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഇനി അവനെ കുറച്ച് പഠിപ്പിക്കാണ്ട്. ഇതൊക്കെ പഠിപ്പിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകും ഗൈസ്. സഹായിച്ചിട്ട് പോകണം. ഇത് സഹായിച്ചിട്ടേ അവനെ കുറച്ച് സഹായിക്കാനുണ്ട്. ബുക്കൊക്കെ പൊതിയുണ്ട് ഗൈസ്. ഇതൊക്കെ സഹായിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.